ഇത് നമ്മൾ നനച്ചെടുത്ത പുട്ടുപൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് റവ വേണം. നല്ല തിളച്ച ചൂടുവെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്തിട്ട് ഇതിനെ പുട്ടുപൊടി പോലെ നനച്ചെടുക്കണം. കുഴഞ്ഞു പോകാതെ നനച്ചെടുത്തിട്ട് അതിലേക്ക് ഈ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട പിടിക്കാതെ നല്ലതായിട്ട് കിട്ടും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക, ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ ഒരു സവാള അരിഞ്ഞത്. ഇനി ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റിനെ ഈ പുട്ടുപൊടിയിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാളയെ തേങ്ങയിലേക്കിട്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് തിരുമ്മിയെടുക്കണം. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. തിരുമ്മിയെടുത്ത തേങ്ങയും സവാളയും കൂടെ പുട്ടുകുറ്റിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പുട്ടുപൊടി അതിലേക്ക് നിറച്ചു കൊടുക്കാം. ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നല്ല ടേസ്റ്റി പുട്ടാണിത്. കടലക്കറിയും പപ്പടവും കൂട്ടിക്കഴിക്കാം.